ഇടതുമുന്നണിയിലെ തങ്ങളുടെ മന്ത്രിയെ മാറ്റി പുതിയ ആളിനെ വയ്ക്കാൻ ഇറങ്ങിത്തിരിച്ച PC ചാക്കോയ്ക്കൊടുവിൽ സ്വന്തം കസേര പോയി. AK ശശീന്ദ്രനെ മാറ്റി തോമസ് കെ തോമസിനെ മന്ത്രിയാക്കാമെന്ന് ഉപാധികളില്ലാതെയാണ് PC ചാക്കോ നൽകിയ വാഗ്ദാനം. പക്ഷേ ഒന്നും പാലിക്കാൻ പറ്റിയില്ല. ശശീന്ദ്രനെ മാറ്റാൻ ഒരു കാരണവശാലും സമ്മതിക്കില്ലെന്ന നിലപാട് കടുപ്പിച്ചെടുത്തത് മറ്റാരുമല്ല, സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ്. ഇതോടെ പാർട്ടി അധ്യക്ഷൻ ദേശീയ നേതൃത്വത്തിൽ നിന്നും ശരത് പവാർ വരെ രംഗത്തിറങ്ങി. PC ചാക്കോ പലതവണ മുംബൈയിൽ ചെന്ന് തോമസ് ചാക്കോയുടെ ചെലവിൽ മുംബൈയിലെത്തി ശരത് പവാറിനെ കൊണ്ട് പറയിപ്പിച്ചു നോക്കി. നോ എന്ന് തന്നെയായിരുന്നു പിണറായി വിജയൻ്റെ മറുപടി. തോമസ് കെ തോമസിനോട് ഉറപ്പ് പറഞ്ഞും പോയി, എന്നാൽ മന്ത്രിയാക്കാനും ഇതുവരെ പറ്റിയില്ല. ആ മനോവിഷമത്തിലായിരുന്നു, കടുത്ത അസംതൃപ്തിയിലായിരുന്നു PC ചാക്കോ പിന്നീട് അങ്ങോട്ട്. എന്തായാലും ഒടുവിൽ മന്ത്രിയാക്കിയില്ലെങ്കിൽ തനിക്ക് പാർട്ടിയുടെ അധ്യക്ഷ കസേരയെങ്കിലും നൽകണമെന്ന് തോമസ് കെ തോമസ് കട്ടായം പിടിച്ചപ്പോൾ PC ചാക്കോയുടെ മുന്നിൽ മറ്റൊന്നുമില്ലായിരുന്നു, രാജിയല്ലാതെ. അങ്ങനെ ഒരു പോംവഴിയുമില്ലാതെ PC ചാക്കോ തൻ്റെ NCPയുടെ കേരളത്തിലെ അധ്യക്ഷ സ്ഥാനം രാജിവെച്ച് ഒഴിഞ്ഞു. ശരത് പവാറിന് രാജിക്കത്ത് കൈമാറുകയും ചെയ്തു. സംസ്ഥാന അധ്യക്ഷ സ്ഥാനം ഒഴിയാമെന്ന് ചാക്കോ നേരത്തെ നേതാക്കളോട് പറഞ്ഞിരുന്നത്രേ. പാർട്ടിയുടെ മന്ത്രിയെ പാർട്ടിക്ക് തീരുമാനിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ അധ്യക്ഷ സ്ഥാനം എന്നാണ് PC ചാക്കോ ഒടുവിലത്തെ ഒരു അടവെന്ന നിലയിൽ ചോദിച്ചത്. പക്ഷേ അതും ഫലിച്ചില്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ കേട്ട മട്ടുപോലും എടുത്തില്ല. മുഖ്യമന്ത്രിക്കെതിരെ തന്നെയായിരുന്നു ചാക്കോയുടെ അവസാനത്തെ വിമർശനങ്ങൾ മൊത്തം. എന്തൊക്കെ പറഞ്ഞാലും മന്ത്രിയാണെങ്കിൽ അത് AK ശശീന്ദ്രൻ തന്നെ മതി എന്ന ഒറ്റ നിലപാടിൽ ഇടതു മുന്നണി ഉറച്ചു നിന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനും ഉറച്ചു നിന്നു. അങ്ങനെ ചാക്കോയ്ക്ക് മുന്നിൽ മറ്റൊരു പോംവഴി ഇല്ലാതെ പോയി. പക്ഷേ പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞെങ്കിലും ദേശീയ വർക്കിംഗ് സ്ഥാനം അതിപ്പോഴും ചാക്കോയുടെ പോക്കറ്റിൽ തന്നെയുണ്ട്. ചാക്കോ അത് ഒഴിഞ്ഞിട്ടില്ല. തുടക്കത്തിൽ AK ശശീന്ദ്രൻ എന്ന മന്ത്രിക്കൊപ്പം നിന്ന PC ചാക്കോ പിന്നീട് തോമസ് കെ തോമസ് MLA കണ്ട് MLAയുടെ വഞ്ചിയിലേക്ക് അങ്ങ് ചാടുകയായിരുന്നു. ഒടുവിൽ തോമസ് കെ തോമസിന് ഉറപ്പ് കൊടുത്തു ശശീന്ദ്രനെ മാറ്റി മന്ത്രിയാക്കാമെന്ന്. അപ്പോഴാണ് ശശീന്ദ്രൻ പറഞ്ഞത്, അങ്ങനെ കാടാറുമാസം നാടാറുമാസം എന്ന രീതിയിൽ ഒരു പദ്ധതിയൊന്നും ഒരു ധാരണയൊന്നും NCP ഇല്ലായിരുന്നു, അതുകൊണ്ട് എന്തിനാണ് താൻ ഇപ്പോൾ മന്ത്രിസ്ഥാനം ഒഴിയുന്നതെന്ന് ശശീന്ദ്രൻ തിരിച്ചു ചോദിച്ചു. അതോടെയാണ് PC ചാക്കോയുടെ എല്ലാ അടവും പൊളിഞ്ഞത്. മന്ത്രിയാകാൻ പറ്റാത്തൊരവസ്ഥയിൽ തോമസ് കെ തോമസ് ചില ഇടത് MLAമാരെ അജിത് പവാറിനെ NCP പക്ഷത്തേക്ക് കൊണ്ടുപോകാനും ഒരു ചെറിയ ശ്രമം നടത്തി. ഇടതു മുന്നണി ഇതറിഞ്ഞു, മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതറിഞ്ഞു. മുഖ്യമന്ത്രിയുടെ നോട്ടപ്പുള്ളിയായി അങ്ങനെ തോമസ് കെ തോമസ് MLA മാറുകയും ചെയ്തു. ഇടതു മുന്നണിക്ക് ഒട്ടും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു ഈ കൂറുമാറ്റം എന്നത്. എന്തായാലും തോമസ് കെ തോമസിനെ NCPയുടെ അധ്യക്ഷനാകാൻ തൽക്കാലം പിണറായി വിജയൻ്റെ ഒരു അനുമതിയും ആവശ്യമില്ല. ആ പദവിയിൽ നിന്ന് ചാക്കോയ്ക്ക് രാജിവെക്കാനും പിണറായി അനുമതി വേണ്ട. അതോടെ ഇരുവരും സ്വന്തമായി ഒരാൾ രാജിവെക്കാനും ഒരാൾ പ്രസിഡന്റ് കസേരയിൽ ഇരിക്കാനും അങ്ങ് തീരുമാനിച്ചത്. കേരളത്തിൻ്റെ അധ്യക്ഷനായതുകൊണ്ട് മന്ത്രിസഭയുടെ കാര്യത്തിൽ ഇടപെടാമെന്ന് മാത്രം തോമസ് കെ തോമസ് കരുതണ്ട എന്നാണ് ഇപ്പോൾ ഇടതു മുന്നണി നൽകിയിരിക്കുന്ന നിർദ്ദേശം. അങ്ങനെ ഒരു വ്യക്തമായ മുന്നറിയിപ്പാണ് തോമസ് കെ തോമസിന് ഇപ്പോൾ പിണറായി സർക്കാർ നൽകിയിരിക്കുന്നത്. പാർട്ടി വേറെ, സർക്കാർ വേറെ. അതുകൊണ്ട് തന്നെ ഇടതു മുന്നണിയുടെ ഘടകകക്ഷിയെ തുടരണമെങ്കിൽ 2 MLAമാരുള്ള NCP ഈ ഒരു അവസ്ഥയിൽ തന്നെ മുന്നോട്ട് പോകണമെന്ന് കർശന നിർദ്ദേശം കൊടുത്തിരിക്കുന്നു ഇടത് സർക്കാർ. എന്തായാലും വെട്ടിലായത് PC ചാക്കോയാണ്. കയ്യിലിരുന്നതും പോയി, എടുക്കാൻ ഉദ്ദേശിച്ചതും പോയി, പാർട്ടിയുടെ അധ്യക്ഷ സ്ഥാനവും പോയി. ദേശീയ നേതൃത്വത്തിൽ ഇനി കാര്യമായ വില കിട്ടുകയുമില്ല. കേരള രാഷ്ട്രീയത്തിൽ നേരത്തെ തന്നെ ചാക്കോയെ ആർക്കും വേണ്ടാത്തൊരവസ്ഥയായിരുന്നു. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 0208586651 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.